الله والصلاة والسلام على من لا نبي بعد. നമുക്കെല്ലാവർക്കും അറിയുന്നതുപോലെ അല്ലാഹു സുബ്ഹാനഹു വ തആല 23 വർഷം കൊണ്ടാണ് വിശുദ്ധ ഖുർആൻ നമുക്ക് അവതരിപ്പിച്ചത്. റമദാൻ മാസത്തിൽ ആദ്യമായി അവതരിച്ച ആയത്തുകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഹിറാ ഗുഹയിൽ വെച്ച് സൂറത്തുൽ അലഖിന്റെ ആദ്യത്തെ ആയത്തുകളാണ്. എന്നാൽ വിശുദ്ധ ഖുർആനിൽ ഏറ്റവും അവസാനം അവതരിച്ച ആയത്ത് ഏതാണ്? അഹ്കാമുകളുടെ വിഷയത്തിൽ, അഥവാ ദീനിന്റെ ശർഅ പഠിപ്പിക്കുന്ന, ഹലാല് ഹറാം പഠിപ്പിക്കുന്ന വിഷയത്തിൽ അവസാനമായി ഇറങ്ങിയ ആയത്ത് സൂറത്തുൽ മാഇദയിലെ 3-ാമത്തെ ആയത്തിൽ അൽ-യൗമ അക്മൽതു ലക്കും ദീനക്കും എന്നുള്ള ആയത്താണ്. അതിനുശേഷം പിന്നെ ഒരു അഹ്കാമ് പഠിപ്പിച്ചുകൊണ്ട്, അല്ലെങ്കിൽ ഹലാലോ ഹറാമോ പഠിപ്പിച്ചുകൊണ്ട് ഒരു ആയത്ത് ഇറങ്ങിയിട്ടില്ല. അതുപോലെ അവസാനത്തിൽ ഒരു സൂറത്ത് മുഴുവനായിട്ട് ഇറങ്ങിയിട്ടുള്ള ഒരു സൂറത്ത് വിശുദ്ധ ഖുർആനിലെ 110-ാമത്തെ അധ്യായം സൂറത്തുൻ നസ്റാണ്. ഇദാ ജാഅ നസ്റുല്ലാഹി വൽ ഫത്ഹ് എന്ന് തുടങ്ങുന്ന ആ സൂറത്താണ്. അവസാനം ഇറങ്ങിയ ആയത്ത് എന്നുള്ളതിൽ സ്വഹാബികൾക്കിടയിലും അതുപോലെ തന്നെ പണ്ഡിതന്മാർക്കിടയിലും ചില അഭിപ്രായ വ്യത്യാസം കാണാം. എന്നാൽ അധിക പണ്ഡിതന്മാരും ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു, സഈദ് ഇബ്നു ജുബൈർ എന്നീ സ്വഹാബിമാരെല്ലാം പറഞ്ഞിട്ടുള്ളത് സൂറത്തുൽ ബഖറയിലെ 281-ാമത്തെ ആയത്താണ് ഖുർആനിൽ അവസാനമായി ഇറങ്ങിയ ആയത്ത് എന്നാണ്. അതിനുശേഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം 21 അല്ലെങ്കിൽ 80 അല്ലെങ്കിൽ ഒരാഴ്ച മാത്രമേ ജീവിച്ചിട്ടുള്ളത്, വഫാത്തായി എന്ന് കാണാം. ആയത്തിൽ എന്താണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്? ഈ ദീന് കൊണ്ട് നമ്മുടെ ലക്ഷ്യമാക്കേണ്ട, അല്ലെങ്കിൽ എന്താണ് നമ്മൾ ഇതുകൊണ്ട് ചെയ്യേണ്ടത് എന്ന് വ്യക്തമായി അറിയിക്കുന്ന, നമ്മുടെ അവസാനം എന്താണെന്ന് ബോധ്യപ്പെടുത്തി തരുന്ന ഒരായത്താണ്. അതിൽ അല്ലാഹു തആല പറഞ്ഞു, വത്തഖൂ യൗമൻ തുർജഊന ഫീഹി ഇലല്ലാഹ് ثم توفى كل نفس ما كسبت وهم لا يظلمون. നിങ്ങൾ സൂക്ഷിക്കണം, അള്ളാഹുവിലേക്ക് നിങ്ങൾ മടക്കപ്പെടുന്ന ഒരു ദിവസം നിങ്ങൾ സൂക്ഷിക്കണം. അതൊരു യാഥാർത്ഥ്യമാണ്. നമ്മളിവിടെ എങ്ങനെ ജീവിച്ചാലും, നമ്മൾ അള്ളാഹുവിനനുസരിച്ച് ജീവിച്ചാലും അള്ളാഹുവിനെ ധിക്കരിച്ച് ജീവിച്ചാലും എങ്ങനെ ജീവിച്ചാലും നമ്മൾ അള്ളാഹുവിലേക്ക് മടക്കപ്പെടുന്ന ഒരു ദിവസം തീർച്ചയായിട്ടുണ്ട്. അതിനൊരു മാറ്റവുമില്ല. ആ ദിവസത്തിന്റെ പ്രത്യേകത എന്താണ്? അവിടെ ഈ ദുനിയാവിൽ ചെയ്തതിനനുസരിച്ചിട്ടുള്ള കൃത്യമായ പ്രതിഫലം അവർക്ക് പകരം നൽകപ്പെടും. ഒരാളോടും അല്ലാഹു സുബ്ഹാനഹു വ തആല ദുൽമ ചെയ്യുകയില്ല. ദുൽമ എന്നുള്ളത് ഒരു അംശം പോലും അള്ളാഹുവിന്റെ ഭാഗത്ത് ഉണ്ടാവുകയുമില്ല. ഇതാണ് നമ്മുടെ ഏറ്റവും അവസാനമായിട്ടുള്ള, അല്ലെങ്കിൽ ഈ ദീന് കൊണ്ട് നമുക്ക് അവതരിച്ച ഖുർആൻ കൊണ്ട് നമ്മുടെ ജീവിതത്തെ ക്രമീകരിക്കുമ്പോൾ നമ്മൾ പ്രതീക്ഷിക്കേണ്ട കാര്യം, നാളെ പരലോകത്ത് അള്ളാഹുവിൽ നിന്ന് നന്മ ചെയ്തവർക്ക് അതിനനുസൃതമായതും തിന്മ ചെയ്തവർക്ക് അതിനനുസൃതമായ പ്രതിഫലവും നൽകപ്പെടുന്ന ആ ദിവസത്തെ സൂക്ഷിക്കുക എന്നുള്ളതാണ്. അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ എപ്പോഴും ചിന്തിക്കേണ്ടതും നമ്മൾ ഏത് സമയത്തും നമ്മൾ പാരായണം ചെയ്ത് ആലോചിക്കേണ്ടതുമായിട്ടുള്ള ഒരു ആയത്താണ് ഖുർആനിൽ അവസാനം ഇറങ്ങിയിട്ടുള്ള സൂറത്തുൽ ബഖറയിലെ 281-ാമത്തെ ഈ ആയത്ത്. അതുകൊണ്ട് ആ ഒരു പരലോകം എപ്പോഴും നമ്മുടെ ലക്ഷ്യമായി വെച്ച് നമ്മുടെ ജീവിതത്തെ ക്രമീകരിക്കുക. വബില്ലാഹി തൗഫീഖ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.